കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പെങ്കിലും ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് കടന്നുകൂടണം എന്ന നിർദ്ദേശം കൊടുത്താണ് PV അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് അംഗത്വം നൽകിക്കൊണ്ട് അദ്ദേഹത്തിനെ കേരളത്തിലെ കൺവീനറാക്കിയത്. എന്നാൽ മമതാ ബാനർജിയും അതുപോലെ തന്നെ അഭിഷേക് ബാനർജിയും തീർത്തും നിരാശാജനകമാകുന്ന രീതിയിൽ അവരെ കൃത്യമായും പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലാണ് PV അൻവർ പ്രവർത്തനം നടത്തിയത്. കേരളത്തിൽ അദ്ദേഹം സത്യവാങ്മൂലം സമർപ്പിച്ചപ്പോൾ, അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം പത്രിക സമർപ്പിക്കുമ്പോൾ അതിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിനകത്ത് മതിയായ രേഖകളൊന്നും തന്നെ സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ ആ പത്രിക തള്ളപ്പെടുകയും ഒടുവിൽ അൻവറിന് സ്വതന്ത്രമായി മത്സരിക്കാം എന്നുള്ള ആവശ്യം പറയുകയും ചെയ്തു. തൃണമൂൽ കോൺഗ്രസിൻ്റെ പൈസ, അതായത് അവരുടെ ഫണ്ട് ഇറക്കി പ്രചരണം നടത്താൻ വേണ്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് അവരുടെ തന്നെ ചിഹ്നം ഉപയോഗിച്ച്, പുല്ലും പൂവുമാണ് അവരുടെ ചിഹ്നം, അതുപയോഗിച്ച് മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ അൻവർ ആണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുന്നു, അങ്ങനെ ചിഹ്നം ഉപയോഗിച്ച് മത്സരിച്ചാൽ കേരളത്തിൽ വില പോകില്ല, അതുകൊണ്ട് സ്വതന്ത്രമായി അങ്ങ് മത്സരിച്ച് കളയാം, അതോടെ ഷൗക്കത്തിനെ അങ്ങ് പരാജയപ്പെടുത്താം എന്നായിരുന്നു അൻവറിൻ്റെ വിചാരം. അൻവറിന് ഏറ്റവും കൂടുതൽ വിരോധമുള്ളത് ഷൗക്കത്തിനോടാണ്, സ്വരാജിനോടല്ല. സ്വരാജ് ജയിച്ചാലും വേണ്ടില്ല, സ്വരാജിനെ ജയിപ്പിക്കാൻ കച്ചകെട്ട് ഇറങ്ങിയിരിക്കുകയാണ് അൻവർ ഈ കാണിക്കുന്ന പിണറായി വിരോധമൊക്കെ വെറുതെയാണ്. അൻവറിൻ്റെ ഉള്ളിൽ ഒരു ഹൈപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി, ഒരു ഗിമിക്സിന് വേണ്ടിയാണ് ബൈ ഇലക്ഷൻ കൊണ്ടുവന്നത് തന്നെ. ധാരാളം പണച്ചെലവ് ഉണ്ടാകുന്ന രീതിയിൽ, ജനങ്ങൾക്ക് ദുരിതം അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ. നമുക്കറിയാം ഒരു ബൈ ഇലക്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന പണച്ചെലവ് എന്തുമാത്രമാണ്. സാധാരണക്കാരുടെ നികുതി പിഴിഞ്ഞ് വലിയ രീതിയിൽ ഊറ്റം കൊള്ളുന്നവർക്ക് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയത്തില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ തൻ്റെ കയ്യിൽ ഒരൊറ്റ പൈസ ഇല്ല എന്ന് പറഞ്ഞ് അൻവർ മലക്കം മറിയാൻ ശ്രമിക്കുമ്പോൾ പിന്നീട് വന്ന് ചാനലിൽ വന്ന് പറയുന്നു, തൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നേ പറഞ്ഞോളൂ, തനിക്ക് ആസ്തി 500 കോടിയിലധികമുണ്ട്. ഇത്തരത്തിൽ ഒന്ന് പറഞ്ഞാൽ മറ്റൊന്ന് പറയുന്ന രീതിയിൽ, ഒരു വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത രീതിയിലാണ് അൻവറിൻ്റെ ഡയലോഗെല്ലാം. ഏറ്റവും ഒടുവിൽ തൃണമൂൽ കോൺഗ്രസ് തന്നെ അൻവറിനെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ട, എങ്ങനെയാണോ സ്റ്റാലിനുമായി കൂടാൻ ചെന്നത് അപ്പോൾ സ്റ്റാലിൻ കണ്ടം വഴി ഓടിച്ചത്, അതിനേക്കാൾ ഫാസ്റ്റായിട്ട് മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും ഓടിച്ച് വിട്ടിരിക്കുകയാണ്. മഹുവ മൊയ്ത്രയും പ്രമുഖ നേതാക്കളുമൊക്കെ അൻവറിനായി വന്ന് ക്യാമ്പ് ചെയ്യും എന്ന് വിചാരിച്ചെടുത്ത് കണക്കൂട്ടലെല്ലാം തെറ്റിയിരിക്കുകയാണ്. മഹുവ മൊയ്ത്രയും ഡെറക് ഓബ്രൈനുമൊക്കെ വന്ന് സംയുക്തമായ പത്രസമ്മേളനം നടത്തിയത് അൻവർ ചില ഗിമിക്സ് കാണിച്ചതിൻ്റെ പേരിലായിരുന്നു. പക്ഷേ പിന്നീടാണ് അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലായത്, കേരളത്തിൽ അതൊന്നും വില പോകാൻ പോകുന്നില്ല. എങ്ങനെയാണോ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായത്, അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ നമുക്കറിയാം. ബംഗാളിൽ CPIM-നെ തകർത്തെറിയാൻ ആ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കേരളത്തിൽ കോൺഗ്രസ് ഉള്ളത് പ്രബലമായി തന്നെ ഉള്ളപ്പോൾ എന്തിനാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന ചോദ്യത്തിന് പ്രസക്തി വരികയാണ്. അതുകൊണ്ട് തന്നെ അൻവറിന് സ്വപ്നങ്ങളെല്ലാം പൊലിയുകയാണ്. കോടിക്കണക്കിന് ആസ്തിയുമായി അതും കെട്ടിപ്പിടിച്ചുകൊണ്ട് വീട്ടിലെങ്ങാനും കിടന്നുറങ്ങാമെന്നുള്ളതല്ലാതെ അൻവറിന് ഇനി പൊളിറ്റിക്സ് ചേരുകയേ ഇല്ല.